ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കേണ്ടത് ഭരണപരമായ അനിവാര്യതയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. ജനസംഖ്യാ സമ്മർദ്ദവും ഭരണപരമായ സങ്കീർണതകളും കണക്കിലെടുത്ത് പുതിയ ജില്ല രൂപീകരണത്തിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങാടിപ്പുറം പഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലകളിലൊന്നായ മലപ്പുറത്ത് ജനങ്ങൾക്ക് ഭരണസേവനങ്ങൾ സമയബന്ധിതമായും കാര്യക്ഷമമായും ലഭ്യമാകുന്നതിന് നിലവിലെ ജില്ലാ ഘടന പര്യാപ്തമല്ലെന്ന് റസാഖ് പാലേരി പറഞ്ഞു. ജില്ലയുടെ ജനസംഖ്യാ സമ്മർദ്ദം, ഭൂവിസ്തൃതി, ഭരണ സൗകര്യങ്ങളുടെ ലഭ്യത, വികസന ആവശ്യങ്ങൾ, പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം തുടങ്ങിയ വിഷയങ്ങൾ ഗൗരവമായി വിലയിരുത്തേണ്ട ഘട്ടമാണിത്. പുതിയ ജില്ലകളുടെയും താലൂക്കുകളുടെയും രൂപീകരണം സംബന്ധിച്ച് പഠനം നടത്താൻ സർക്കാർ മുന്നോട്ട് വന്നത് സ്വാഗതാർഹമാണ്. എന്നാൽ പഠനം വെറും ഔപചാരിക നടപടിയായി മാറരുതെന്നും മലപ്പുറത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കേന്ദ്രീകരിച്ച് ശാസ്ത്രീയമായ വിലയിരുത്തൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മലപ്പുറത്തിന്റെ ഭരണപരമായ പ്രത്യേകതകളും ജില്ലയുടെ വലിപ്പവും ജനസംഖ്യയും സൃഷ്ടിക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളും വർഷങ്ങളായി വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ കാര്യമായ പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും റസാഖ് പാലേരി പറഞ്ഞു. നമ്മുടെ രാഷ്ട്രീയത്തെ നമ്മൾ വളർത്തുന്നത്. സാഹോദര്യ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിശാലമായ ഒന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ആ ഉൾക്കാമ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യ രാജ്യത്ത് 1857 ഉണ്ടായപ്പോൾ അതിൽ കരുത്തോടെ മുന്നേറിയത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ശക്തിയായി. ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അവർ അപ്രമാദം തുടങ്ങിയത് സിപ്പായികളായി പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിന്റെ വിഷയത്തിൽ വാങ്ങി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. അതിന് തുടർച്ചയാണ് RSS പ്രത്യയശാസ്ത്രം കിട്ടുന്നത് ബ്രിട്ടീഷുകാരന്റെ ഭിന്നിപ്പ് മനോഗതിയിൽ നിന്നാണ്. അവരെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് അത്തരം നീക്കങ്ങൾ ഉണ്ടായത്. കേരളത്തിൽ ഉൾപ്പെടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ ഇറങ്ങിയെന്ന ദേശാഭിമാനികളെ നമുക്കറിയാം. പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഖാദർ അങ്ങാടിപ്പുറം, ജില്ലാ പ്രതിനിധികൾ NK റഷീദ്, ഷെരീഫ് മുറയൂർ, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആബിദ് അലി, ബഷീർ മാസ്റ്റർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീർ അരിപ്ര, 2ാം വാർഡ് മെമ്പർ രാജേന്ദ്രൻ കോലോത്തൊടി, ഫ്രറ്റേണിറ്റി മണ്ഡലം പ്രസിഡന്റ് അഷ്ഫാഖ് പൂപ്പലം തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മനാഫ് തോട്ടോളി 2 വർഷത്തെ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക, ടൗണിൽ കംഫർട്ട് സ്റ്റേഷൻ സ്ഥാപിക്കുക, പഞ്ചായത്തിനെ വിഭജിക്കുക, ഫാമിലി ഹെൽത്ത് സെന്ററിന് സബ് സെന്ററുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നസീമ മദാരി, ആഷിഖ് ചാത്തോലി, സാഹിദ ഖാലിഖ്, നജിയ മൂസിൻ എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. MP നാരായണ മേനോൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പാർട്ടി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. പഞ്ചായത്തിലെ സംഘടനാ പ്രവർത്തനങ്ങളും വിവിധ ജനകീയ വിഷയങ്ങളിലെ ഇടപെടലുകളും സമ്മേളനം ചർച്ച ചെയ്തു. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.